ഉണ്ണിമുകുന്ദൻ്റെ സെലക്ഷനും കൊള്ളാം. ഇങ്ങനെ എപ്പോഴും ഈ മസിൽ പിടിച്ചുള്ള പടമല്ലാതെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദന് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. അല്ലാതെ മസിൽ പിടിച്ച് ഫൈറ്റും മാത്രം കൊണ്ട് കടന്നാൽ നടക്കില്ല. ഇത് കൊള്ളാം. ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡോക്ടർ അർജുൻ 100% നീതി പുലർത്തി. എനിക്ക് തോന്നുന്നു ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ സംബന്ധിച്ചും വേഴ്സിറ്റാലിറ്റി കാണിക്കാൻ ഇത്രയും നല്ലൊരു അവസരം വേറെ ഇല്ല. എനിക്ക് വളരെ നല്ലോണം ഇഷ്ടപ്പെട്ടു. ഉണ്ണിമുകുന്ദൻ്റെ ഒരു ലൈറ്റ് ഹാർട്ടഡ് എൻ്റർടൈനറാണ്. ഫാമിലി ഓഡിയൻസിന് എന്തായാലും കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. ഒരു കോമഡി ട്രാക്കിൽ പോയി എന്നാൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമോഷണലായിട്ട് പോകുന്നൊരു മൂവിയാണ്. ലാസ്റ്റ് ഒരു നല്ലൊരു ഫീൽ ഗുഡ് എൻഡിങ് ആണ് പടം. മൊത്തത്തിൽ എന്തായാലും ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു പടം തന്നെയാണ്. ഫീൽ ഗുഡ് എലമെന്റ്സ് എല്ലാം പടത്തിൽ ഓൾറെഡി ഉണ്ട്. രസമാണ്, കണ്ടിരിക്കാനൊരു രസമുണ്ട്. വൺ ഡേ വാച്ച് മൂവിയാണ്, എന്നാലും നല്ല രസമായിട്ട് പടം മേക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ ഫ്ലെക്സിബിൾ ആക്കി, നീലാവരുടെ പെർഫോമൻസ്, ഇവരുടെ കോമ്പിനേഷൻ സീൻസും നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ, നല്ലതാണ്, പോയി കാണണം എന്നുള്ള രീതിയിൽ. സോ എല്ലാവരും എന്തായാലും പോയി കാണാം. ഇത് കള്ളിൻ്റെ ഭാഗമല്ല. ഉള്ള മൂവീസിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു മൂവിയാണ്. നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ നല്ല റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള ഒരേപോലെയുള്ള പാറ്റേണിലുള്ള റോളുകൾ ചെയ്യാതെ വ്യത്യസ്തത ചെയ്യുമ്പോഴാണല്ലോ അദ്ദേഹം ഒരു സ്റ്റാറായി മാറുന്നത്. അപ്പോൾ ഈ ഉണ്ണിമുകുന്ദൻ്റെ ഈ ഒരു ക്യാരക്ടർ അദ്ദേഹം എടുക്കുമെന്നും ചെയ്യുമെന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മസ്കുലിൻ ഒരു അപ്പിയറൻസും ആ ഒരു മാച്ച് അപ്പിയറൻസിൽ പക്ഷേ ഈ റോൾ വളരെ അനായാസം അദ്ദേഹം കൈകാര്യം ചെയ്തു. ഉണ്ണിമുകുന്ദൻ്റെ ആ നിഖില വിമലിൻ്റെ ആ കെമിസ്ട്രി, ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ റോള് തന്നെയാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നതും കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അത് തന്നെയാണ്.